നമസ്കാരം, ഗ്രാമപ്പോരിലേക്ക് സ്വാഗതം. നാട് എങ്ങനെ വളരണമെന്ന് നിശ്ചയിക്കാൻ നാട്ടുകാർക്ക് കിട്ടുന്ന അവസരമാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. നാട്ടിലെ സാധാരണക്കാർക്ക് കൂടി ജനപ്രതിനിധികളാകാൻ അവസരം ലഭിക്കുന്ന ജനാധിപത്യ പ്രക്രിയയാണിത്. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് 3 മുന്നണികൾക്കും കേവലം ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാത്രമല്ല, കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ് മനസ്സിലാക്കുന്നതിനുള്ള ആദ്യ അവസരം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ മുന്നണികൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് സജ്ജമായി കഴിഞ്ഞു. ഒപ്പം അവസാനഘട്ട പ്രചാരണവുമായി നിലവിൽ സജീവമാണ് സ്ഥാനാർത്ഥികളും, പ്രത്യേകിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. ഇക്കൂട്ടത്തിൽ കാസർഗോഡിന്റെ തന്നെ സമരനായികയും വിദ്യാർത്ഥി നേതാവായി കഴിവ് തെളിയിച്ച ഒരു സ്ഥാനാർത്ഥിയുണ്ട്, ഷഹീദ റാഷിദ് കുണിയ. ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ ബേക്കൽ ഡിവിഷനിൽ നിന്നുമാണ് ഷഹീദ റാഷിദ് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഷഹീദ റാഷിദ് കുണിയയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഗ്രാമപ്പോരിൽ സംസാരിക്കാൻ പോകുന്നത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ ഒരു ഡിവിഷൻ വർദ്ധിച്ച് എണ്ണം 18 ആയിട്ടുണ്ട്. ഇതിൽ പുതുതായി രൂപീകരിച്ച ഡിവിഷനാണ് ബേക്കൽ. ബേക്കൽ ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥിയായ ഷഹീദയിൽ വലിയ പ്രതീക്ഷയാണ് മുന്നണിക്ക്. MSF സംസ്ഥാന പ്രവർത്തക സമിതി അംഗമായ ഷഹീദ റാഷിദിനെ സംബന്ധിച്ച് ഇത് തെരഞ്ഞെടുപ്പിലെ കന്നി പോരാട്ടമല്ല. ഇതിനു മുമ്പ് 2020 കാസർഗോഡ് പുല്ലൂർ പെരിയ പഞ്ചായത്ത് 1-ാം വാർഡായ കുണിയയിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിന്റെ കരുത്തയായി ഷഹീദ റാഷിദ് മത്സരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന പോലെ കാസർഗോഡ് ജില്ലയുടെ ടൂറിസ്റ്റ് ആസ്ഥാനമാണ് ഇപ്പോൾ ഷാഹിദ് മത്സരിക്കാൻ പോകുന്ന ബേക്കൽ. ഇവിടെ യുവതയുടെ കയ്യൊപ്പുള്ള വികസനത്തിന് ഷഹീദ റാഷിദയെ പോലൊരു ജനസേവകയാണ് ആവശ്യം. 10 വർഷത്തെ ജനപ്രതിനിധി സേവന പരിചയത്തോടെയാണ് ബേക്കലിന്റെ ഹൃദയം കീഴടക്കാൻ ഷഹീദ റാഷിദ് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഒരിക്കൽ കൂടി മത്സര ഗോതയിലേക്ക് ഇറങ്ങുന്ന ഷഹീദയുടെ ലക്ഷ്യം വിജയം മാത്രമാണ്. മുസ്ലിം ലീഗ് നൽകിയ അവസരവും നേതാക്കളും പ്രവർത്തകരും പകർന്ന കരുത്തും പിന്തുണയും തന്നെയാണ് നാളിതുവരെ തന്നെ നയിച്ചതും വിജയിപ്പിച്ചതുമെന്നാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ഷഹീദയുടെ പ്രതികരണം. ചരിത്രമുറങ്ങുന്ന ബേക്കലിന്റെ മണ്ണിൽ UDFന്റെ വിജയമുറപ്പിക്കാൻ ഇനിയും ജനങ്ങൾ കൂടെയുണ്ടാകുമെന്ന വിശ്വാസത്തോടെയാണ് ഷഹീദ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ജനസേവന യാത്രയുടെ ഓരോ നിമിഷവും ജനങ്ങളുടെ വിശ്വാസം, പാർട്ടിയുടെ മാർഗദർശനം, സഹപ്രവർത്തകരുടെ പിന്തുണ, ഇതായിരുന്നു എല്ലായ്പ്പോഴും ഷഹീദയുടെ ശക്തി. മുസ്ലിം ലീഗ് നൽകിയ അവസരങ്ങളാണ് ജനങ്ങളോടൊപ്പം നിൽക്കാനും അവരുടെ ശബ്ദമായി പ്രവർത്തിക്കാനും തനിക്ക് അവസരം നൽകിയതെന്നും ഷഹീദ പറയുന്നു. ഷഹീദയെ സംബന്ധിച്ച് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനുള്ള പുതിയ അവസരം പുതിയ ഉത്തരവാദിത്തങ്ങളുടെ തുടക്കമാണ്. 10 വർഷത്തെ ജനപ്രതിനിധി സേവന സമ്പന്നതയോടെയാണ് MSF കാസർഗോഡ് ജില്ലാ ഉപാധ്യക്ഷ കൂടിയായ ഷഹീദ റാഷിദ് ബേക്കലിൽ നിന്നും ജനവിധി തേടുന്നത്. ശക്തമായ പ്രചാരണവുമായി നിലവിൽ സജീവമാണ് ഷഹീദ. കഴിഞ്ഞ ദിവസമാണ് ഷഹീദ റാഷിദ് കുണിയയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപവൽക്കരണ യോഗം നടന്നത്. 1001 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് രൂപവൽക്കരിച്ചത്. ഇത് ബേക്കൽ പിടിക്കുന്നതിന് UDFനും ഷഹീദയ്ക്കും കരുത്താകും. എന്തായാലും കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് നിലനിർത്താൻ LDF ശ്രമിക്കുമ്പോൾ പിടിച്ചെടുക്കാൻ UDFും ഇക്കുറി കടുത്ത പോരാട്ടവുമായാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഷഹീദ റാഷിദിനെ പോലെയൊരു മികച്ച യുവ നേതാവിനെ തന്നെ മുസ്ലിം ലീഗും ടീം UDFും തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറക്കിയിരിക്കുന്നത്. എന്തായാലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എന്നും ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. അത് 2025 ആവർത്തിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് വിശകലന വിദഗ്ധരും മുന്നണി നേതാക്കളും. പ്രവചനങ്ങൾ ഫലിക്കുമോ പാളുമോ എന്നൊക്കെ കാത്തിരുന്നു തന്നെ കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുതേ.